Mr. Mohandas had acquired a house on 15th July 2006 at a cost of rupees 1,75,000. On 20th January 2020, he sold the house for rupees 18,62,000 and paid a brokerage of rupees 18,000. Compute capital gain. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആ വ്യക്തി, മിസ്റ്റർ മോഹൻദാസ് എന്ന് പറയുന്ന വ്യക്തി ഒരു ഹൗസ് പ്രോപ്പർട്ടി അക്വയർ ചെയ്തിട്ടുണ്ട്. ഹൗസ് പ്രോപ്പർട്ടി വാങ്ങിച്ചിരിക്കുന്നത് 2006 ജൂലൈ മാസത്തിലാണ്. വാങ്ങിച്ചപ്പോൾ കൊടുത്തിട്ടുള്ള കോസ്റ്റ് ഓഫ് എക്വിസിഷൻ എന്ന് പറയുന്നത് 1,75,000 രൂപയാണ്. എന്നിട്ട് ആ ഹൗസ് പ്രോപ്പർട്ടി ആ വ്യക്തി ജാനുവരി 2020 വിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ പ്രീവിയസ് ഇയറിൽ വിൽക്കുകയും ചെയ്തിട്ടുണ്ട്. വിറ്റ കാശ്, അതായത് വിറ്റപ്പോൾ ലഭിച്ച കാശ് എന്ന് പറയുന്നത്, സെയിൽസ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത് 18,62,000 റുപ്പീസാണ്. വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ബ്രോക്കറേജ് എക്സ്പെൻസസ് ഇൻകർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടാണ് ബ്രോക്കറേജ് എക്സ്പെൻസസ് ഇൻകർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യണം. കമ്പ്യൂട്ട് ദ ക്യാപിറ്റൽ ഗെയിൻ. നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ക്യാപിറ്റൽ ഗെയിൻ എത്രയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഒക്കെ തന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതൊരു ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിരുന്നാലും ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ ഹൗസ് പ്രോപ്പർട്ടിയാണ് അല്ലേ? അപ്പോൾ ഹൗസ് പ്രോപ്പർട്ടി എപ്പോഴാണ് വാങ്ങിച്ചത്, എപ്പോഴാണ് വിറ്റത് എന്നുള്ളത് നോക്കാം. ഹൗസ് പ്രോപ്പർട്ടിയുടെ സിറ്റുവേഷനിൽ 24 months ആണ് നമ്മുടെ ഒരു ടൈം പീരീഡ്. 24 monthsന് ഉള്ളിൽ, അതായത് വിത്തിൻ 24 months ആണ് ഹൗസ് പ്രോപ്പർട്ടി കൈവശം വെച്ചിരിക്കുന്നത് എങ്കിൽ അത് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റും, മോർ ദാൻ 24 months ആണ് കൈവശം വെച്ചിട്ടുള്ളത് എങ്കിൽ അത് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റുമാണ്. അപ്പോൾ ആദ്യം നമ്മളിത് ഈ ഒരു അസറ്റ് ഈ വ്യക്തി എന്നാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്? 2006 പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തി വിറ്റിരിക്കുന്നത് 2020 അപ്പോൾ ഓബ്വിയസ്ലി മോർ ദാൻ 24 months ഈ ഒരു അസറ്റ് ഈ വ്യക്തിയുടെ കൈവശം ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ആ ഒരു അസറ്റിനെ, ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന അസറ്റിനെ എന്തായിട്ട് ക്ലാസിഫൈ ചെയ്യാം? ലോങ് ടേം ക്യാപിറ്റൽ അസറ്റായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ എപ്പോഴും നമ്മൾ അത് ആദ്യം ഒന്ന് ഉറപ്പിക്കണം. അതായത് ഏത് ടൈപ്പ് ക്യാപിറ്റൽ അസറ്റ് ആണ് എന്നുള്ളത് ഉറപ്പിക്കണം. ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആണോ, ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണോ എന്നുള്ളത് ഉറപ്പിക്കണം. ഉറപ്പിച്ചതിന് ശേഷം വേണം നമ്മൾ എന്ത് കമ്പ്യൂട്ട് ചെയ്യാൻ പോകാൻ? ഈ ഒരു അസറ്റ് ലോങ് ടേം ആണോ, ഈ അസറ്റിൻ്റെ ഗെയിൻ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണോ, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണോ എന്നുള്ളത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ഇനി നമുക്കിതിൻ്റെ കമ്പ്യൂട്ടേഷനിലേക്ക് പോവാം. ആദ്യം തന്നെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടത് നെറ്റ് കൺസിഡറേഷൻ എത്രയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ കൺസിഡറേഷൻ എന്നുള്ള വാക്ക് ഞങ്ങൾക്ക് നല്ല സുപരിചിതമായിരിക്കും. നമ്മൾ ലോ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കൺസിഡറേഷൻ. കൺസിഡറേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് കിട്ടുന്ന ഒരു അസറ്റ് വിറ്റ് നമുക്ക് കിട്ടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടത് നെറ്റ് കൺസിഡറേഷനാണ്. അതായത് അസറ്റ് വിറ്റ് കിട്ടിയ കാശിൽ നിന്നും ബ്രോക്കറേജ് ഫീസ്, സ്റ്റാമ്പ് ഡ്യൂട്ടി, അതുപോലെയുള്ള നമ്മുടെ ചിലവുകളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ലെസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മളിവിടെ 18,62,000 ആണ് അസറ്റ് വിറ്റ് കിട്ടിയപ്പോഴുള്ള എമൗണ്ട്. കാരണം സെയിൽസ് പ്രൈസ് എന്ന് പറയുന്നത് 18,62,000 ആണ്. പക്ഷേ ആ ഒരു സെയിൽസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ബ്രോക്കറേജ് കമ്മീഷൻ ഇൻകർ ചെയ്തിട്ടുണ്ട്. ആ ബ്രോക്കറേജ് കമ്മീഷൻ 18,000 രൂപയുടെ ബ്രോക്കറേജ് കമ്മീഷനാണ്. അപ്പോൾ നമുക്ക് ആ സെയിൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പെൻസ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം? ഈ സെയിൽസ് പ്രൊസീഡ്സിൽ നിന്നും 18,62,000 എന്ന് പറയുന്ന ആ സെയിൽസ് പ്രൊസീഡ്സിൽ നിന്നും ഈ ബ്രോക്കറേജ് കമ്മീഷൻ നമുക്ക് ലെസ് ചെയ്യാം. അപ്പോൾ 18,62,000 മൈനസ് 18,000 നമുക്ക് ഉത്തരം 18,44,000 കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് കോസ്റ്റ് ഓഫ് എക്വിസിഷനെ ഇൻഡെക്സ് ചെയ്യണം. സോ വി ഹാവ് ടു കമ്പ്യൂട്ട് ദ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് എക്വിസിഷനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നെറ്റ് കൺസിഡറേഷനിൽ നിന്നും ലെസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡിഡക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ കാണാനുള്ള ഫോർമുല കോസ്റ്റ് ഓഫ് എക്വിസിഷൻ multiplied by cost inflation index CII of the year in which the asset is sold. ഏത് വർഷമാണോ അസറ്റ് സെൽ ചെയ്തിരിക്കുന്നത് ആ വർഷത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓഫ് ദ ഇയർ ഇൻ വിച്ച് ദ അസറ്റ് ഈസ് പർച്ചേസ്ഡ്. അസറ്റ് എന്നാണോ പർച്ചേസ് ചെയ്തത് ആ വർഷത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ 1,75,000 റുപ്പീസിനാണ് അസറ്റ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് 1,75,000 റുപ്പീസാണ്. മൾട്ടിപ്ലൈഡ് ബൈ
289 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓഫ് ദ ഇയർ ഇൻ വിച്ച് ദ അസെറ്റ് ഈസ് സോൾഡ്. അസെറ്റ് വിറ്റ വർഷത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് 289 ആണ്, ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഇൻ വിച്ച് ദ അസെറ്റ് ഈസ് പർച്ചേസ്ഡ്, അതാണ് 122. അതായത് 2006 എന്ന് പറയുന്ന വർഷം, 2006, 2007 എന്ന് പറയുന്ന വർഷത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ആണ് 122. അപ്പോൾ നമുക്കത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുക 4,14,549 ആണ് നമുക്ക് ഉത്തരം കിട്ടുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ നെറ്റ് കൺസിഡറേഷനിൽ നിന്നും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നമ്മൾ ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, എന്ത് കിട്ടും, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. അപ്പോൾ നെറ്റ് കൺസിഡറേഷനിൽ നിന്നും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നമ്മൾ ലെസ് ചെയ്തു. അപ്പോൾ നമുക്ക് നെറ്റ് കൺസിഡറേഷൻ ലെസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് 14,29,451. അതായത് 18,44,000 മൈനസ് 4,14,549 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് 14,29,451, വിച്ച് ഈസ് അവർ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ.